ഹായ്. അപ്പം ഞാനും അമ്മയും ചേച്ചിയും കാത്തും കൂടെ റെഡി ആയിട്ട് നിൽക്കുക. ഒരു യാത്ര പോവുക. വേറെ എങ്ങോട്ടുമല്ല, അമ്പലത്തിലോട്ടാണ് പോണത്. നമ്മൾ പരവൂർ പുറ്റിങ്ങ ക്ഷേത്രത്തിലോട്ട് പോവുക. കാത്തുമ്മേനെ പുറ്റിങ്ങലമ്മേനെ കാണിക്കണമെന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. ഇതുവരെ നടന്നില്ലായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി നമ്മൾ. എൻ്റെയും ചേച്ചിയുടെയും കുട്ടിക്കാലം എല്ലാം പരവൂരായിരുന്നു. നമ്മൾ പഠിച്ചതും വളർന്നതും ഒക്കെ പരവൂരാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓടിച്ചെല്ലുന്നത് പുറ്റിങ്ങലമ്മേനെ കാണാനാണ്. അപ്പം എന്തായാലും നമ്മളെ കാത്തുമ്മേനെ അവിടെ കൊണ്ടുപോകണ്ടേ. കാത്തുവിനെ കൊണ്ട് നമ്മൾ ബസ്സിലാണ് പോണത്. കാത്തുവിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. ആദ്യമായിട്ടാണ് നമ്മൾ കാത്തുവിനെ ബസ്സിൽ കൊണ്ടുപോകാൻ പോണത്. എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഇനി കാത്തു കരയോ ഇനി ബഹളം വെക്കോ ഒന്നും അറിയത്തില്ല. എന്തായാലും നേരെ പോണുണ്ട്. ജനതാമുക്ക് എത്തിയപ്പോൾ ദാ അവിടെ ഗേറ്റ് അടവ്. പക്ഷേ ബസ് അവിടെ കിടപ്പുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ കാത്തു കാഴ്ചയൊക്കെ കണ്ടിരിക്കുക. ബസ് വന്നപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. കാത്തുവിനെ വിചാരിച്ച അത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആളെ കരഞ്ഞൊന്നുമില്ല. കാഴ്ചയൊക്കെ കണ്ടിരിക്കുമായിരുന്നു. അവൾ ബസ്സിലൊക്കെ സൈഡിൽ കമ്പിയിലൊക്കെ പിടിച്ച് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ നോക്കിയിരുന്നു. പിന്നെ പരവൂരെത്തിയപ്പോൾ അവിടെ നേരെ ആട്ടോയിൽ കയറിയാണ് നമ്മൾ പുറ്റിങ്ങ ക്ഷേത്രത്തിൽ പോയത്. നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. പക്ഷെ നല്ല വെയിലായിരുന്നു. ഇനി കാത്തോമ്മയ്ക്ക് വെയിൽ ഒളിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളൊരു ഓട്ടോ വിളിച്ചാണ് പോയത്. കാത്തുവിന് ഓട്ടോയിൽ കയറുന്നത് ഇഷ്ടമായതുകൊണ്ട് ഓട്ടോയിൽ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അമ്പലം എത്തിയിട്ടുണ്ട്. കാത്തുമോളാണെങ്കിൽ ഇതാ കാഴ്ചയൊക്കെ കണ്ട് നടക്കുക. അമ്മമ്മയുടെ കയ്യിലാണ്. അങ്ങനെ അമ്മ രസീത് എഴുതാനൊക്കെ പോയപ്പോഴത്തേക്ക് കാത്തുവിനെ ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേച്ചിയമ്മയും കാത്തുവും കൂടെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ നേരെ കാത്തുവിനെയും കൊണ്ട് അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് ഇതാ കാത്തുവിൻ്റെ ഫ്രോക്കൊക്കെ ഊരിപ്പോയി. അങ്ങനെ അതൊക്കെ കെട്ടിക്കൊടുക്കുക. അങ്ങനെ അവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കാത്തുവിനെ കൊണ്ട് അവിടെ കിടത്തുകയും ചെയ്തു. അവളാണെങ്കിൽ ഇതാ അവിടെ കിടന്ന് നല്ല കളി. കാത്തുവിനാണെങ്കിൽ ഇതാ അവിടെ കിടത്തിയത് ഒരുപാട് ഇഷ്ടമായി. പോണവരെയും വരുന്നവരെയൊക്കെ നോക്കുന്നുണ്ട്. കുറേ പേര് കാത്തുവിനെയും വന്ന് നോക്കി. അങ്ങനെ ചിരിയും കളിയായിട്ട് കാത്തു അവിടെ കിടന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ കയറി നേരെ അമ്മാമ്മയുടെ അടുത്തോട്ട് പോവുക. അമ്മാമ്മയാണെങ്കിൽ കാത്തുവിനെയും കാത്ത് അവിടെ ഇരിപ്പുണ്ട്. കാത്തു ഓട്ടോയിലെ കാഴ്ചയൊക്കെ കണ്ട് ഓട്ടോയിൽ പിടിച്ചൊക്കെ ഇരിക്കുക. അങ്ങനെ അവിടെ എത്തിയ ഉടനെ കാത്തുവിൻ്റെ അമ്മാമ്മ അങ്ങ് വാങ്ങി. പിന്നെ കളിപ്പിക്കലും ചിരിപ്പിക്കലും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നേരെ അവിടെ നിന്ന് അപ്പയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. നല്ല വെയിലായിരുന്നു. അങ്ങനെ കുടയൊക്കെ പിടിച്ചാണ് പോയത്. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ കാത്തുവിൻ്റെ ഒരു ടവലും കൂടെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ ചേച്ചിയമ്മയുടെ കയ്യിലിരുന്ന് കാഴ്ചയൊക്കെ കണ്ടതാ അപ്പയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പയുടെ വീട്ടിലെത്തിയപ്പോഴാണ് കാത്തുതാ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുക. അങ്ങനെ അപ്പയായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം അവിടെയും ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താ അടുത്ത അപ്പയുടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ 3 പേരെ വീട് അടുത്തടുത്തായതുകൊണ്ട് തന്നെ നടന്നു പോണ ദൂരം മാത്രമേ ഉള്ളായിരുന്നു. അവിടെയാണെങ്കിൽ ഇതാ അപ്പയും മാമനും ഉണ്ടായിരുന്നു. മാമനാണെങ്കിൽ തയ്യലും ഉണ്ട്. അതിൻ്റെ തിരക്കും കൂടെ ആയിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. കാത്തുമ്മയാണെങ്കിൽ ഇതാ ഞാൻ കുട പിടിച്ചോളാം എന്ന മട്ടിൽ കുടയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അങ്ങ് അമ്മാമ്മയുടെ വീട് എത്തുന്നവരെയും കാത്തു ആ കുടയിൽ നിന്ന് കൈ വിട്ടിട്ടേയില്ല. അവൾ തന്നെ ആ കുട പിടിച്ചിരുന്നത്. അമ്മാമ്മ വീട് എത്തിയപ്പോൾ എന്താ അമ്മാമ്മ ഒരു പായൊക്കെ ഇട്ട് ടവലും വിരിച്ച് നമ്മളെ കാത്തുമ്മേനെ അവിടെ കിടത്തി. പിന്നെ അമ്മാമ്മയും മോളുമായിട്ടുള്ള കളിയായിരുന്നു. തപ്പുകൊട്ടിക്കളിയും കൈകൊട്ടിക്കളിയൊക്കെ തന്നെയായിരുന്നു. അമ്മാമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ നല്ല കളിയും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും നമുക്ക് തിരിച്ചിറങ്ങാനുള്ള സമയമായി. വൈകുന്നേരമായി. രാവിലെ ഇറങ്ങിയതാ. അപ്പം ബസ് കാത്ത് നിൽക്കുക. അവിടെയാണെങ്കിൽ ഒരു ആൽമരം ഉണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇലയൊക്കെ അനങ്ങുന്നതൊക്കെ നോക്കി കാത്ത് മുകളിലോട്ട് തന്നെ നോക്കി നിന്നു. അന്നേരം ബസ്സും വന്നു. നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ കയറിയപ്പോഴാണ് പാവം എൻ്റെ കാത്തുമ്മയൊക്കെ ഉറങ്ങിപ്പോയി. രാവിലെ തൊട്ട് ഉറങ്ങിയതേ ഇല്ലായിരുന്നു. കാഴ്ചയൊക്കെ കണ്ട് നടക്കുമില്ലായിരുന്നാ. അങ്ങനെ ബസ് എന്തായാലും നമ്മളെ വീട്ടിൻ്റെ അവിടെ തന്നെ നിർത്തി. അങ്ങനെ നേരെ കാത്തുവിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയി. വീടെത്തിയപ്പോൾ തന്നെ കാത്തു ഉണർന്നു. അങ്ങനെ ഞാൻ കാത്തുവിനെ ഉറക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.